കർഷക മാർച്ചിനോട് അനുബന്ധിച്ച് ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ വൻ സംഘർഷം. ശംഭു അതിർത്തിയിൽ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ ഹരിയാന പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സിംഘു അതിർത്തിയിലും ഡൽഹിയിലെ 9 മെട്രോ സ്റ്റേഷനുകളും അടച്ചിരിക്കുകയാണ്. സമരം അവസാനിപ്പിക്കണമെന്ന് കർഷകരോട് കൃഷിമന്ത്രി അർജുൻ മുണ്ട ആവശ്യപ്പെട്ടു. ഡൽഹിയിലേക്കുള്ള കർഷക സമരത്തിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അനൂപ് ദാസ് സിംഘു അതിർത്തിയിൽ നിന്നും, അർജുൻ ഖാസിപ്പൂർ അതിർത്തിയിലുമുണ്ട്. അനൂപ്, സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് കർഷകരെ നേരിടുന്നു. പോലീസും മറ്റ് സൈനിക വിഭാഗങ്ങളും ഒക്കെ ഉണ്ടോ കൂടെ? ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടാകുന്നത്? കർഷകർക്ക് നേരെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുന്നത്? എത്ര പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്? ഇപ്പോൾ എന്താണ് സ്ഥിതി? ഇത്തരം ഈ കോട്ടകളെ ഒക്കെ മറികടന്ന് കർഷകർ സഞ്ചരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? പ്രജീഷ്, ഇപ്പോൾ ശംഭു ബോർഡറിലാണ് കാര്യമായ പ്രശ്നങ്ങളുള്ളത്. ശംഭു ബോർഡറിൽ ഏതാണ്ട് 10,000-ഓളം കർഷകർ സംഘടിച്ചെത്തിയിട്ടുണ്ട്. കുറേയേറെ പേർ ട്രാക്ടറിലാണ്. ആ ട്രാക്ടറിലെത്തിയ ആളുകൾ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന് പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ശംഭു ബോർഡറിൽ നിന്ന് 190 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഡൽഹി അതിർത്തി സിംഘു ബോർഡറിൽ നിന്നുള്ള വിഷ്വലാണ്. അതായത് ശംഭുവിൽ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് വലിയ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ ഡൽഹിയുടെ അതിർത്തിയിൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന സിമന്റ് ബ്ലോക്കുകൾ, ബാരിക്കേഡുകൾ നിരവധിയായി ശംഭുവിലും സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ശംഭുവിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ, ശംഭു ബോർഡറിൽ ഇങ്ങനെ സ്ഥാപിച്ച വലിയ കോൺക്രീറ്റ് മതിലുകളെല്ലാം കർഷകർ എടുത്തെറിയുന്നതാണ്. കർഷകർ ഹരിയാനയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ പഞ്ചാബ് പോലീസ് മാറിക്കൊടുത്തു. ഹരിയാന പോലീസ് തടഞ്ഞു. ആ ബാരിക്കേഡുകൾ മറികടന്ന് കർഷകർ മുന്നോട്ട് നീങ്ങി. ആ സമയത്താണ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത്. ഈ ടിയർ ഗ്യാസ് പ്രയോഗം ഇതിനെ തുടർന്നുണ്ടായ സംഘർഷ സാഹചര്യത്തിൽ ഏതാണ്ട് 20-ലധികം കർഷകർക്ക് പരിക്കേറ്റു. 100-ലധികം കർഷകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹരിയാനയിൽ 4 തുറന്ന ജയിലുകൾ, പ്രത്യേകമായ ജയിലുകൾ ഈ സമരത്തെ നേരിടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ജയിലുകളിലേക്ക് കസ്റ്റഡിയിലെടുത്ത ആളുകളെ മാറ്റും, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ 10,000-ഓളം കർഷകർ ഇപ്പോഴും സിംഘു ബോർഡറിലുണ്ട്. അവിടെ പലപ്പോഴും ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കുന്നുണ്ട് പോലീസ്. എന്ത് തന്നെ സമ്മർദ്ദം ഉണ്ടാക്കിയാലും, എന്ത് തന്നെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഞങ്ങൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യും എന്നാണ് കർഷക നേതാക്കൾ ഈ സമയത്തും പറയുന്നത്. बोलो। मैं हरियाणा से हूँ, बड़ों से हूँ, एक सरपंच हूँ। मैं बीमार था, मैं दवाई लेने के आया था, लेकिन इन्होंने सारे रास्ते बंद कर दिए, सारे जेसीबी के लिए पाड़ दिए हैं। लोगों को बड़े परेशानी हो रही है। हम 16 तारीख को आएंगे और सभी को सब बैरियर पाड़ के फेंक देंगे। ഓക്കെ ഭയ്യ. അതായത് ഞാൻ ഹരിയാന സ്വദേശിയാണ്. ഇവിടെ റോഡൊക്കെ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നു, വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് തുടരാം. അതായത് ഇത് ഡൽഹി ഹരിയാനയിലെ പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാതയിലൂടെ ഇന്ന് നമ്മളിവിടെ രാവിലെ 6 മണിക്കൊക്കെ വരുന്ന സമയത്ത് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. ഏതാണ്ട് 10 മണി വരെ വാഹനങ്ങൾ പോയതാണ്. പക്ഷേ അതിനുശേഷം ശംഭു അതിർത്തിയിൽ വലിയ സംഘർഷമുണ്ടായി എന്നറിഞ്ഞതിന് ശേഷം ഇവിടെ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. റോഡ് സമ്പൂർണ്ണമായി അടച്ചിരിക്കുന്നു. 10,000-കണക്കിന് ജനങ്ങളാണ് ഈ പോലീസിന്റെ ഈ നടപടി കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. പക്ഷേ എന്ത് വില കൊടുത്തും കർഷകർ ഡൽഹി നഗരത്തിലേക്ക് കടക്കുന്നത് തടയും എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ. ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഡൽഹിയിലെ ഭാവന
സ്റ്റേഡിയം അതൊരു ജയിലാക്കി മാറ്റണമെന്ന്. പക്ഷേ ആം ആദ്മി സർക്കാർ നൽകിയ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. കർഷകർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അവരുടെ ആവശ്യം ന്യായമാണ്, ജയിൽ ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് ആം ആദ്മി സർക്കാർ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകിയിരിക്കുന്നു. എന്തായാലും ഒരു യുദ്ധത്തിന് സജ്ജമാകുന്നത് പോലെ കർഷകരെ നേരിടാൻ ഡൽഹി പോലീസ് അതിർത്തികളിൽ തയ്യാറായി നിൽക്കുന്നതിന്റെ കാഴ്ച നമുക്ക് ഇവിടെ സിംഗു ബോർഡറിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ശരി, അനുദാസ് മടങ്ങിയെത്താം. അർജുൻ കൂടി ഘാസിപൂരിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, എത്രത്തോളം സംവിധാനങ്ങളൊക്കെ നിരത്തിക്കൊണ്ടാണ് ബാരിക്കേഡുകളൊക്കെ, അത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ടുള്ള ഈ ഉരുക്കുമുഷ്ടി പ്രയോഗം കർഷക സമരത്തെ ഏത് വിധേനയും അടിച്ചമർത്തുന്നു. ഡൽഹിയുടെ പരിസരത്തേക്ക് പോലും അവർ അടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അതിർത്തി ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കർഷകർ നീങ്ങുമോ? കഴിഞ്ഞ തവണ നമ്മൾ കണ്ട സമരത്തിലേക്കാൾ രൂക്ഷമായ സമരം പ്രതീക്ഷിക്കാമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. ഏത് അതിർത്തിയിലാണ്, ഏത് ഭാഗത്താണ് ഇപ്പോൾ അർജുൻ നിലയുറപ്പിച്ചത്? അവിടെയുള്ള കാഴ്ചകൾ എന്താണ്? പ്രതീക്ഷ, ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയായിട്ടുള്ള ഗാസിപൂരിലാണ്. കഴിഞ്ഞ 2020-21 വർഷമുണ്ടായ ആ ഒരു കർഷക പ്രക്ഷോഭത്തെക്കാൾ വാശിയേറും കൂടുതൽ കരുത്തേകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഏത് വിധേനയും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ കർഷകർ അറിയിച്ചിട്ടുണ്ട്. 10,000-ഓളം കർഷകരാണ് ഇപ്പോൾ ശംഭു അതിർത്തിയിൽ തുടരുന്നത്. ഇവർ ഈ ബാരിക്കേഡുകൾ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ട്രാക്ടറിൽ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് അവിടുത്തെ അംബാല സെക്ടറായിട്ടുള്ള അംബാല മേഖല IG ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഏത് വിധേനയും അവർ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ അവർ മുന്നോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പറയുന്ന സമയത്ത് കരുത്തേറിയ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിന് തന്നെയാണ് വരും ദിവസങ്ങളിൽ രാജ്യ തലസ്ഥാനം സാക്ഷി വഹിക്കാൻ പോകുന്നത്. ഈ ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിൽ കാര്യങ്ങൾ ഈ സിംഗു അതിർത്തിയേക്കാൾ കുറച്ചധികം വിപരീതമാണ്. കാരണം ഇനിയും ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് ഇവിടേക്ക് കർഷകരെത്താനായിട്ട്. അതുകൊണ്ട് ആളുകൾക്ക് എളുപ്പം തന്നെ ഉത്തർപ്രദേശിലേക്ക് പോകാനും, അതായത് നോയിഡയിലേക്ക് പോകാനും തിരിച്ച് ഡൽഹിയിലേക്ക് വരാനും സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നേരത്തെ റോഡിന് കുറുകെ ഇട്ടിരുന്ന മെറ്റൽ ബാരിക്കേഡുകൾ, ഈ മതിലുകൾ, സിമന്റ് മതിലുകൾ, അതുപോലെ തന്നെ പൂടി നിറച്ച ചാക്കുകളും വലിയ ലോറികൾ, ടോറസ് ഉൾപ്പെടെയുള്ള വലിയ ലോറികൾ റോഡിൻ്റെ ഇരുവശത്തേക്ക് നീക്കം ചെയ്ത് ഈ ഹൈവേയിലൂടെ ഗതാഗതം കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം കർഷകർ വരാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും. അതുകൊണ്ട് എന്തിന് ആളുകളെ ഇവിടെ തടഞ്ഞിടണം എന്നുള്ള ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് പുറകിലാണ് സിംഗു അതിർത്തിയിൽ നിന്നും വ്യത്യസ്തമായി ആളുകളെ ഇരുഭാഗത്തേക്കും, ഉത്തർപ്രദേശ് ഭാഗത്തേക്കും അതുപോലെ തന്നെ തിരിച്ച് ഡൽഹി ഭാഗത്തേക്കും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം നിലവിൽ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉത്തർപ്രദേശിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ നിന്നും സിംഗു അതിർത്തിയിലൂടെ വരുന്ന കർഷകരുടെ അത്രത്തോളം എണ്ണം വരില്ല ഉത്തർപ്രദേശ് വഴി പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ കർഷകർ അത്രത്തോളം വരില്ല, എണ്ണത്തിൽ തീരെ കുറവായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി സർക്കാർക്കുണ്ട്. അതുകൊണ്ടുകൂടെയാണ് ഇപ്പോൾ ഈ അതിർത്തി പൂർണ്ണമായും അടയ്ക്കാതെ ഭാഗികമായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഇത് പൂർണ്ണമായും അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുമെങ്കിലും ഇപ്പോൾ ഗതാഗതം സുഗമമാണ്. അതേസമയം തന്നെ ഇന്ന് ഡൽഹിയിൽ ഒരു 3ാം ഘട്ട ചർച്ച കൂടി നടക്കുന്നുണ്ട്. അതായത് SKMന്റെ സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രതിനിധികൾ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. അവർ കേന്ദ്രമന്ത്രിമാരുമായി, കഴിഞ്ഞ ദിവസം പോലെ തന്നെ അർജുൻ മുണ്ട ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുമായി ഇന്നും ചർച്ച നടത്തുമെന്നുള്ള കാര്യമാണ്. സമയം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ചർച്ച ഇന്നും തുടരും. ആർക്കും ഒരു കോട്ടം സംഭവിക്കാത്ത രീതിയിൽ കർഷകർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ആ സമയം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും SKMന്റെ പ്രതിനിധികൾ ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഇന്ന് തന്നെ ഡൽഹിയിൽ വെച്ച് ആ യോഗം ചേരുമെന്നുള്ളൊരു കാര്യമാണ് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കലിലെ കുറച്ച് നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളതും. അതേസമയം തന്നെ ഗാസിപൂർ അതിർത്തിയിലും ഞാൻ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പറഞ്ഞ ആ ഒരു സുരക്ഷ അത് എത്രത്തോളമാണ് എന്നുള്ള കാര്യം ഒന്നുകൂടി കാണിച്ചു തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം. അതായത് 5 തരത്തിലുള്ള തടസ്സങ്ങളാണ് ഈ അതിർത്തിയിലേക്ക് എത്തുന്ന പ്രക്ഷോഭകരെ ചെറുക്കാൻ വേണ്ടി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പോലീസും അതുപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗം. ആദ്യത്തെ എന്ന് പറയുന്നത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചെടുത്ത മതിലുകളാണ്. അത് മറികടന്ന് വരികയാണെങ്കിൽ പുറകിലായിട്ട് മറ്റ് പോലീസിന്റെ ബാരിക്കേഡുകളും മെറ്റൽ ബാരിക്കേഡുകളും ഉണ്ട്. അതിനും പുറകിലായിട്ട് റോഡിൽ പാകാനായി ഒരുക്കി വെച്ചിരിക്കുന്ന ആണികൾ, അതിന് പുറകിലായിട്ട് മുള്ളും കമ്പികളും വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്ന കമ്പിവേലികൾ, മുള്ളുവേലികൾ,
അതിനും പുറകിലായിട്ട് വലിയ വാഹനങ്ങൾ, ലോറിയും ടോറസ് ലോറി, കണ്ടെയ്നർ, അതുപോലെ തന്നെ പോലീസിന്റെ വലിയ വാഹനങ്ങൾ, ഇതിനകത്തെല്ലാം തന്നെ മെറ്റലും മണ്ണും കോൺക്രീറ്റും നിറച്ചിരിക്കുന്നു, വലിയ വെയിറ്റുകൾ നിറച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇനി ഇതെല്ലാം മറികടന്ന് പോവുകയാണെങ്കിൽ പോലും അർദ്ധസൈനികത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസുകാരുടെയും വലിയൊരു 1000-ഓളം തന്നെയുള്ളൊരു വലിയൊരു വിന്യാസത്തിൽ അവർ സംഘം ചേർന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ ടിയർ ഗ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റൺ ഷെല്ലുകൾ, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത നേരത്തേക്ക് ഇയർ ബാലൻസ് നഷ്ടമാകുന്ന രീതിയിൽ അധികം ലീതലല്ലാത്ത നോൺ ലീതലായിട്ടുള്ള ടിയർ ഗ്യാസും സ്റ്റൺ ഷെല്ലുകളും അവരുടെ പക്കലുണ്ട്. താഴെ ഇനി സർവീസ് റോഡുകളാണെങ്കിൽ പോലും കുഴി കുത്തി ഒരു വാരിക്കുഴി രീതിയിൽ വാഹനങ്ങൾ മറികടക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ അവർ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിലും അതിർത്തി വിട്ട് നഗരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പക്ഷേ ഡൽഹി അതിർത്തികളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവർക്ക് അംബാല, കുരുക്ഷേത്ര, സോനിപത്ത്, പാനിപ്പത്ത് പോലുള്ള പ്രധാന മേഖലകൾ ഇവിടെ എല്ലാം തന്നെ സുരക്ഷ ഡൽഹി അതിർത്തിയോട് സമാനമാണ്. അതെല്ലാം മറികടന്ന് മാത്രമേ അവർക്ക് ഡൽഹി അതിർത്തിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതുതന്നെ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഹരിയാന സർക്കാർ ഒരു തരത്തിലും ഇവരെ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുന്ന ഒരു സമയത്ത് വളരെയധികം വെല്ലുവിളികൾ നേരിട്ട് മാത്രമേ ഈ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് SKM-ന്റെ